എന്നും ഇതൊക്കെ താൽക്കാലികമാണ്. ലോകത്തുള്ള സമ്പത്ത്, അധികാരം, അവകാശങ്ങൾ, ആളുകൾക്കിടയിലുള്ള സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ഏത് നിമിഷവും പോകാം. ഇങ്ങനെയുള്ള സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടാത്ത വഴികൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കരുത്. അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ അന്ത്യം വളരെ പരിതാപകരമായിരിക്കും. മാത്രമല്ല, കടുത്ത ശിക്ഷ ഈ ഭൂമി ലോകത്ത് തന്നെ അവർ അതിന് ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പ്രധാനമായും പറയുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന വലിയ ഒരു ധനാഢ്യനായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹം ആദ്യം നല്ല ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് സമ്പത്ത് അല്ലാഹു തആല നൽകിയപ്പോൾ സമ്പത്ത് കൂടാൻ വേണ്ടി ദുആ ചെയ്യാൻ മൂസാ നബിയോട് കൽപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ദുആ ചെയ്തു. സമ്പത്ത് അധികരിച്ച സമയത്ത് അദ്ദേഹം ധിക്കാരിയാവുകയും അഹങ്കാരിയാവുകയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും വിശുദ്ധ ഇസ്ലാമിനെയും ഒക്കെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു ഉടമയായി മാറി. നിനക്ക് ഈ സമ്പത്തെല്ലാം അള്ളാഹു തന്നതാണ് എന്ന് മൂസാ നബി ഖാറൂനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, അള്ളാഹു തന്നതല്ല, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടാക്കിയതാണ് എന്ന ധിക്കാരപരമായ മറുപടി മൂസാ നബിയോട് ഖാറൂൻ പറയുന്ന ആ ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ ധിക്കാരവും അഹങ്കാരവും പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ കൂടി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഖാറൂനെയും അവന്റെ സമ്പത്തിനെയും അനുയായികളെയും മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഖാറൂൻ അവന്റെ പ്രൗഢിയോടും ആഡംബരത്തോടും കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞിരുന്നു, ഖാറൂനെ പോലെ നമുക്കും അധികാരവും സമ്പത്തും പണവും ഒക്കെ ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആളുകൾ പറയുന്ന രീതിയിൽ വളരെ ധനാഢ്യനായി ആഢ്യത്തോടുകൂടെ പ്രൗഢിയോടുകൂടെ ഖാറൂൻ വരുമായിരുന്നു. ഇത് കണ്ട ആളുകൾ പറയുമായിരുന്നു. ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു സുപ്രഭാതത്തിൽ എന്തെല്ലാം സമ്പത്ത് ഖാറൂൻ ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ നശിച്ചു പോവുകയാണ്, നിഷ്ഫലമായി പോവുകയാണ്. ഇത് ആളുകൾ കണ്ടു. ജനങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്. ഖാറൂൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോയത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങനെയും വരും. ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും ആഠ്യത്യവും പ്രതാപവും അധികാരവുമുള്ള ഖാറൂൻ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നത് ജനങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തും നശിച്ചു പോകുന്നത് ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ തലേ ദിവസം ഖാറൂനെ പോലെ ആയെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന ആളുകളെല്ലാം മാറ്റി പറയുകയാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. അള്ളാഹു സമ്പത്തോ അധികാരങ്ങളോ പവറോ അല്ല ഭൂമിയിൽ ഒരു മനുഷ്യന് നൽകുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും കരുണയോടുകൂടെ വർത്തിക്കാനുള്ള മനസ്സുമാണ്. ഇത് ഖാറൂൻ ഉണ്ടായിരുന്നെങ്കിൽ ഖാറൂന് രക്ഷപ്പെട്ടേനെ. പക്ഷേ അവന്റെ സമ്പത്ത് അവനെ അഹങ്കാരിയാക്കി കളഞ്ഞു. ഖാറൂനെ പോലെ ആകാതിരുന്നത് നന്നായി എന്ന് ഈ ശിക്ഷ നേരിൽ കണ്ട ആളുകൾ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ആ ഭാഗമാണ് ഈ ഇന്നത്തെ ഖുതുബന്റെ ആയത്തിലൂടെ പ്രധാനമായും നമ്മളോട് സൂചിപ്പിക്കുന്നത്. പരലോകത്തുള്ളതായ ഭവനം, പരലോകത്തുള്ളതായ സൗഭാഗ്യങ്ങൾ അത് അല്ലാഹു തആല തയ്യാർ ചെയ്തിരിക്കുന്നത് അഹങ്കാരികൾക്കല്ല. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, ഭൂമിയിൽ വലിപ്പത്തരം നടിക്കാത്ത, ഞാനെല്ലാത്തിനും പോന്നവൻ, ഞാൻ എന്ന ആ ഒരു മേൽമത്തരത്തെ ആഗ്രഹിക്കാത്ത, അത് പറഞ്ഞുകൊണ്ട് നടക്കാത്ത, അഴിമതിക്കാരല്ലാത്ത, താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ ഭൂമിയിൽ ആരാണോ ജീവിക്കുന്നത് അവർക്കാണ് നാം പരലോകത്തുള്ള ഭവനം, ജന്നത്ത്, സ്വർഗം എന്ന് പറയുന്നത് തയ്യാർ ചെയ്തത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. തിൽകദ്ദാറുൽ ആഖിറ.
ആഖിറത്തിലുള്ളതായ വീട് അഥവാ സ്വർഗം. നജ്അലുഹ, അതിനെ നാം തയ്യാർ ചെയ്തിരിക്കുന്നത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. എങ്ങനത്തെ ആളുകളാണ്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ അവർ വലിപ്പത്തരത്തെ ആഗ്രഹിക്കുകയില്ല. വലാ ഫസാദ, ഭൂമിയിൽ അവർ കുഴപ്പങ്ങളെയും ആഗ്രഹിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കാണ് പരലോകത്തുള്ള വിജയം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമമായിട്ടുള്ള വിജയം അത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമമായിട്ടുള്ള വിജയം. അത് സമ്പത്തോ പണമോ അത് ഉണ്ട് ഇല്ല എന്ന് നോക്കിയിട്ടല്ല, അത് ഉണ്ടായാലും ശരി അത് ഇല്ലെങ്കിലും ശരി, അന്തിമമായിട്ടുള്ള വിജയം അത് മുത്തഖീങ്ങൾക്കാണ്. അത് അല്ലാഹു കാണുമെന്ന വിചാരമുള്ളവരാണ് മുത്തഖീങ്ങൾ. ആളുകൾ കാണുമ്പോ ഒന്ന് ഉഷാറാക്കുന്നവരോ ആളുകൾ ഇല്ലാതെയാകുമ്പോ എല്ലാമാകാം എന്ന കാഴ്ചപ്പാടുള്ളവരോ അല്ല, അവർ മുത്തഖിയല്ല. ആളുകൾ കാണലും കാണാതിരിക്കലും അവരുടെ വിഷയമല്ല. അവരുടെ വിഷയം അല്ലാഹ് കാണും, അല്ലാഹ് അറിയും, അല്ലാഹ് നോക്കും എന്നുള്ളതാണ്. അതാണ് മുത്തഖിയുടെ ലക്ഷണം. ഇങ്ങനെയുള്ള മുത്തഖീങ്ങൾക്കാണ് അന്തിമമായിട്ടുള്ള വിജയം എന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നു. ഈ ആയത്ത് ഖാറൂന്റെ സംഭവം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രധാനമായും ഒരിക്കലും പണമല്ല ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം. പണമല്ല, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. പണമാണ് നമ്മളെയൊക്കെ വിജയിപ്പിക്കുന്നത് എങ്കിൽ ഖാറൂൻ വിജയിക്കണമായിരുന്നു, അവൻ ഭൂമിയിലേക്ക് ആണ്ടുപോയി. ഫിർഔൻ വിജയിക്കണമായിരുന്നു, അവൻ ഭൂമിയിലേക്ക് ആണ്ടുപോയി. പ്രതാപമല്ല ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം. സമ്പത്ത് ലഭിച്ചാൽ അത് അഹങ്കാരം വരാത്ത നല്ല രീതിയിൽ അത് സക്കാത്തും സ്വതക്കയും നൽകി പാവങ്ങളോട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് വളരെ മഹത്വകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ നിന്ദിച്ചത് കൊണ്ടല്ല നൽകാത്തത്, നൽകിയത് അല്ലാഹു അവന് ഒരുപാട് അനുഗ്രഹം ഒരുപാട് മഹത്വപ്പെടുത്തിയത് കൊണ്ടുമല്ല. രണ്ടും പരീക്ഷണമാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേപോലെ നബിമാർ, വിശുദ്ധമായ ദീൻ, സത്യം, ഈ കാര്യങ്ങളെ എതിർക്കാൻ പാടില്ല. ഇതിനെ എതിർത്താൽ എത്ര വലിയ പ്രതാപിയാണെങ്കിലും അവൻ താഴോട്ടു പോകും. ഖാറൂന്റെ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ചു അവൻ, മതത്തെ അവൻ കൊഞ്ഞനം കുത്തി. ഈ രണ്ട് കാര്യം അവൻ ചെയ്തപ്പോൾ അവൻ പ്രതാപിയാണ്, എല്ലാമുണ്ട്, പക്ഷേ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല. സത്യത്തെ മൂടി വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക, കള്ളത്തരം ചെയ്യുക, അതൊരു പരിധിവരെ ആർക്കും പറ്റുള്ളൂ. മൂല്യരായാലും ശരി, പള്ളി പ്രസിഡന്റ് ആയാലും ശരി, സെക്രട്ടറി ആയാലും ശരി, ഇനി മറ്റുള്ള കമ്മിറ്റി ഭാരവാഹികളാവട്ടെ അല്ലാത്തവരാവട്ടെ, കള്ളത്തരം ചെയ്യാം കുറഞ്ഞ കാലം, അത്രേ പറ്റുള്ളൂ. അതിനൊക്കെ ഒരു മറയുണ്ട്. കള്ളത്തരം ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ചെയ്യുമ്പോ അല്ലാഹു തആല അവന് നന്നാകും, തൗബ ചെയ്തോളും എന്ന് വിചാരിച്ചൊന്നുകൂടെ നീട്ടിക്കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്നുള്ള നിലക്കല്ല. ആര് ചെയ്താലും അങ്ങനെയാണ്. കുറച്ചു കഴിയുമ്പോ കള്ളത്തരം പൊളിയും. അസത്യത്തിന്റെ മേൽ ഒരിക്കലും ഒരാൾക്ക് നിലനിന്നു പോവാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെ. നമ്മൾ ആരും രാഷ്ട്രീയം പറയല്ല, അത് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലതാണ്, നമുക്കാർക്കുമില്ല. എന്നാലും ചില പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. കള്ളത്തരങ്ങളും വേണ്ടാധീനങ്ങളും ചെയ്താൽ അത് കുറച്ചു കാലൊക്കെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും, അധികാരങ്ങളും സമ്പത്തുകളൊക്കെ ഉപയോഗിച്ച്. പക്ഷേ അസത്യത്തിന്റെ മേൽ നിലനിൽപ്പുണ്ടാവില്ല. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം തകരും. ഇന്നത്തെ ഈ ഖാറൂന്റെ സംഭവവും അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ആഖിറം ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം അവന്റെ വിനയമാണ്, തവാളുആണ്, അഹങ്കാരമല്ല. അഹങ്കാരമുള്ളിടത്ത് വിനയത്തിന്റെ സ്ഥാനമുണ്ടാവുകയില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖമുദ്രയാണ് വിനയം എന്ന് പറയുന്നത്. ഇന്നത്തെ ഖുത്ബയുടെ മർമ്മം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ്. അഹങ്കാരം പാടില്ല, വിനയം നമ്മൾ കൊണ്ടെത്തുക. നമ്മുടെ നാട്ടിലുള്ള അധികാരമോ
പ്രതാപമോ സമ്പത്തോ ഒരു മനുഷ്യനെ വിജയിപ്പിക്കുകയില്ല. ഒരാളെ വിജയിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കരുണ അവനിക്കുണ്ടാകുമ്പോഴാണ്. ഈ കരുണ എങ്ങനെയാണ് അവനിക്കുണ്ടാവുക? അത് അഹങ്കാരമില്ലാതെ ജീവിക്കുമ്പോൾ, വിനയത്തോടുകൂടെ ജീവിക്കുമ്പോൾ, അള്ളാഹു നൽകിയ സമ്പത്ത് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തും മാനിക്കേണ്ടവരെ മാനിച്ചും അഹങ്കാരമില്ലാത്ത രീതിയിൽ നീ ജീവിച്ചാൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. അതല്ല എങ്കിൽ എത്ര വലിയ പ്രതാപിയായിട്ടും കാര്യമില്ല, നീ താഴോട്ട് പോകും എന്നതാണ് ഖുർആനിന്റെ ഈ സന്ദേശം. ഇത് ലോകത്തോട് നമുക്കൊന്ന് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. പണം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന ഒരു കാലത്തേക്ക് നമ്മൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ, മുസ്ലിം നാമധാരികൾ അതിലുണ്ട്, അല്ലാത്തവരതിലുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് കാശുണ്ടാക്കാൻ പാടില്ല. ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് അധികാരങ്ങൾ ഉറപ്പിക്കാൻ പാടില്ല. സത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയൂ. അതല്ല എങ്കിൽ അവൻ അതപ്പതിച്ചു പോകും. ഖാറൂന്റെ സംഭവം, ഫിർഔന്റെ സംഭവം ഖുർആൻ പറയുന്നു. ഇവരൊന്നും നിസ്സാരക്കാരല്ല. ഖാറൂന്റെ ഒക്കെ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ആ താക്കോൽ ചുമക്കാൻ വേണ്ടി തന്നെ ഒട്ടകങ്ങൾ വേണ്ടിയിരുന്നു എന്നാണ്. സമ്പത്ത് ചുമക്കാനല്ല, സമ്പത്ത് കൂട്ടിവെച്ച ആ ഗോഡൌണിന്റെ ചാവികൾ ചുമക്കാൻ ചില റിപ്പോർട്ടുകളിൽ 10-20 ആളുകൾ വേണമായിരുന്നു. ഒരു താക്കോലല്ല, അപ്പൊ താക്കോലിന്റെ കൂട്ടങ്ങളുണ്ട്. അത്രയും ഗോഡൌണുകൾ ഉണ്ട്. ആ ഗോഡൌണുകളുടെ ചാവികൾ ചുമക്കാൻ ചില റിപ്പോർട്ട് കാണാം 10 ആളുകൾ, ചില റിപ്പോർട്ട് കാണാം 20, മറ്റു ചില റിപ്പോർട്ടുകളിൽ 70 ഒട്ടകങ്ങൾ വരെ വേണ്ടിയിരുന്നു അവന്റെ ചാവി, പൂട്ടിയിട്ട ചാവികൾ ചുമന്നു കൊണ്ടുപോവാൻ എന്ന് പറയുമ്പോ എത്ര വലിയ ധനാഢ്യരായിരുന്നു അവർ, എത്ര വലിയ അധികാരത്തിലിരുന്നവരായിരുന്നു അവർ. പക്ഷേ അതൊന്നുമല്ല വിജയത്തിന്റെ നിദാനം. അവർ അധികാരങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹങ്കാരം നടിച്ചപ്പോൾ അവരെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി. സത്യവും വിനയവും സത്യസന്ധതയുമാണ് ഒരു മനുഷ്യനെ ഈ ലോകത്തും പരലോകത്തും വിജയിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില വിജയങ്ങളും അധികാരങ്ങളും ഒക്കെ നമുക്കുണ്ടാവൂ, അത് കുത്തനെ താഴ്ന്നു പോകും എന്നതാണ് ഇന്നത്തെ ഈ ഖുത്ബയിലൂടെ ആകത്തുകയായി നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു സഹോദരൻ ഒരു 313 രൂപ, മറ്റൊരു സഹോദരൻ ഒരു 313 രൂപ അവർ പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. എന്താണോ അല്ലാഹുവേ അവർ ആ നൽകിയതിന്റെ ഉദ്ദേശം നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ, നീ സലാമത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ.